ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തിനെന്ന് വെച്ചാൽ ഇന്ത്യൻ നേവിയുടെ SSR അതുപോലെ തന്നെ MR എക്സാമിനേഷൻ്റെ അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടാണ്. നിലവിൽ ഇന്ത്യൻ നേവി SSR അതുപോലെ തന്നെ MR എക്സാമിനേഷൻ്റെ അഡ്മിറ്റ് കാർഡ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗപ്പെടുത്തുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു എക്സാമിനേഷന് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് കയ്യിൽ കരുതിയിരിക്കേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് വേണ്ടത് അഡ്മിറ്റ് കാർഡാണ്. നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത രണ്ടാമതായിട്ട് വേണ്ടത് ഒറിജിനൽ ആധാർ കാർഡാണ്. അറ്റസ്റ്റ് ചെയ്തതല്ല, ഒറിജിനൽ ആധാർ കാർഡ് തന്നെ നിങ്ങൾ എക്സാമിനേഷന് പോകുമ്പോൾ കയ്യിൽ കരുതിയിരിക്കേണ്ടതാണ്. അടുത്ത മൂന്നാമതായിട്ട് വേണ്ടത് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് വിത്ത് ഫോട്ടോഗ്രാഫ്, അതായത് ഫോട്ടോ പതിച്ചിട്ടുള്ള നിങ്ങളുടെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കിയിരിക്കേണ്ടത്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഫോട്ടോ ഉണ്ടോയെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായിട്ട് വേണ്ടത് വോട്ടർ ID കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാൻ കാർഡ്, ഇതിലേതെങ്കിലും ഒരു ID പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് വേണ്ടത് 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 സർട്ടിഫിക്കറ്റ് വിത്ത് ഫോട്ടോഗ്രാഫ്, അതായത് ഫോട്ടോ ഉള്ള 10ാം ക്ലാസ് അല്ലെങ്കിൽ +2വിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഫോട്ടോ ഓൾറെഡി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും കയ്യിൽ കരുതിയിരിക്കേണ്ടതാണ്. ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനലാണ് നിങ്ങൾ കയ്യിൽ കരുതിയിരിക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് വേണ്ടത് 6 പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. 1 മെയ് 2004 ശേഷം എടുത്തിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് നിങ്ങൾ റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷന് പോകുമ്പോൾ കയ്യിൽ കരുതിയിരിക്കേണ്ടത്. മിനിമം 6 ഫോട്ടോ എങ്കിലും കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എക്സാമിനേഷന് പോകുമ്പോൾ നിങ്ങൾ കയ്യിൽ കരുതിയിരിക്കേണ്ടത്. അപ്പോൾ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പ്രധാനമായിട്ടും ഈ ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.